ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുള്ളൂ അല്ലേ? ഇന്നും അങ്ങനത്തെ പറയാം. ഇന്നും നമ്മൾ മാർക്കോനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ മാർക്കോനെ കുറിച്ചല്ല, ഉണ്ണിമുഖത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിത് പറയുമ്പോൾ പലരും ഇപ്പോഴും ഇത് എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം മാർക്കോ മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയം എന്നൊക്കെ പറയുമ്പോൾ അത് ഇതിനെക്കാട്ടും കളക്ട് ചെയ്ത സിനിമകളൊക്കെ ഉണ്ട്. ആ ലെവലിലൊന്നല്ല. ഇപ്പോഴും കളക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് മേ ബി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതൊക്കെ അറിയാം. അതൊന്നുമല്ല. എന്നാലും ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഇന്നേ വരെ മലയാള സിനിമ എത്താത്ത റീച്ചിലേക്ക് മാർക്കോ എത്തിയിരിക്കുകയാണ്. മാർക്കോ ആണ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന്, മലയാളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി, ഏറ്റവും നല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കുന്ന നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ആദ്യമായിട്ട് ഇത്ര ഇന്ത്യ മുഴുവൻ റീച്ച് കിട്ടിയ ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ആ ഒരു സ്ഥാനം മാർക്കോക്ക് തന്നെയാണ്. അതിനിപ്പോഴും ഇത് നമ്മളിപ്പോൾ ഇത്ര വീഡിയോസ് കണ്ടാലും ചിലർ ഉള്ളിൽ ചിലരെങ്കിലും ഇതൊക്കെ ചുമ്മാ കുറച്ച് തള്ളാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉള്ളതാണ്. കാരണം ഇന്ത്യ ടുഡേ എന്ന ചാനൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ചാനൽ, ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ ചാനലിൽ ഉണ്ണിമുകുന്ദൻ ഇന്നലെ മിനിഞ്ഞാന്ന് കൊടുത്തൊരു ഇന്റർവ്യൂ, അതൊന്ന് ജസ്റ്റ്, കാരണം ഈ ഇന്റർവ്യൂ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ അതിന് വേറെ കാരണം എന്താ വെച്ചാൽ, നമ്മളെ ഒരുപാട് ആക്ടേഴ്സ്, ദുൽഖർ സൽമാൻ, പലരും നമ്മൾ വേറെ ലാംഗ്വേജിൽ പോയിട്ട് അവിടുത്തെ ഇന്റർവ്യൂസ് ആ ചാനലിലും ആ ലാംഗ്വേജിലൊക്കെ ഇന്റർവ്യൂസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർക്കുള്ള ഒരു പ്രത്യേകത, ഞാൻ അദ്ദേഹത്തിന് ഒരു പക്ക പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് അദ്ദേഹത്തിനെ കാണുന്നതും, മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാറും എല്ലാ രീതിയിലും, ആ സിനിമ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടാണ് അദ്ദേഹത്തിനോടുള്ളത്. കാരണം ദ വേ ഓഫ് ഹിസ് ടോക്കിംഗ്, ലൈക്ക് അദ്ദേഹത്തിനൊരു ആ ഒരു സംസാരത്തിലുള്ള സ്വാഗ്. കാരണം നമ്മളിപ്പം ഞാൻ ദുൽഖറിന്റെ ഒക്കെ ഒരുപാട് നോൺ മലയാളം ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പറയില്ല, കുറച്ചൊരു അഹങ്കാരത്തോടെ നമ്മളെ മലയാളത്തിന്, നമ്മളെ ഇൻഡസ്ട്രീനോ ഒരു തരത്തിലും ഒരു ക്വസ്റ്റ്യനോ ഒരു ആൻസറോ കൊണ്ട് ഒന്ന് താഴ്ത്താൻ പോലും ഒരു ഇന്റർവ്യൂവർക്കും സമ്മതിക്കാതെ എപ്പോഴും നമ്മളെ ലാലേട്ടനെ പറ്റിയിട്ടും നമ്മളെ മലയാള സിനിമയെ പറ്റിയിട്ടും എപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തി വെച്ച്, നമ്മളെ സ്റ്റാൻഡേർഡ് ഉയർത്തി വെച്ച് തന്നെ സംസാരിക്കുന്ന, ഇത്ര സ്റ്റബോൺ ആയിട്ട്, ഇത്ര ബോൾഡ് ആയിട്ട് സംസാരിക്കുന്ന ഞാൻ വേറെ ആക്ടറെ കണ്ടിട്ടില്ല. സത്യം, ഒരു ആക്ടറെയും കണ്ടിട്ടില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഞാനിപ്പം ഈ ഒരു ഇന്ത്യ ടുഡേയിൽ കൊടുത്ത ഇന്റർവ്യൂ ആണ്. അതുപോലെ ഈ ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടമുള്ള വേറെ കാരണം, ആങ്കർ വളരെ വ്യക്തമായ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഉണ്ണിമുഖം വളരെ ക്ലിയർ ആയിട്ട്, ഇവൻ ഹേമ കമ്മിറ്റിനെ വരെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എന്ത് ക്ലിയർ ആൻഡ് ക്ലീൻ ആൻഡ് ക്രിസ്പ് ആയിട്ടാണ്, ആ ഒരു പ്രിസൈസ് ആയിട്ടാണ് ഉണ്ണിമുഖത്തിന് ആൻസർ പറയുന്നുള്ളത്. ഈ ഇന്റർവ്യൂ മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ നിങ്ങൾ നോൺ മലയാളം ഇന്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു അദ്ദേഹത്തിനോട് സ്നേഹം, ആരാധന തോന്നാൻ ഇതൊരു വലിയ മാറ്റർ ഉണ്ട്. കാരണം ഞാനൊരു ആക്ടറും കണ്ടില്ല. പൃഥ്വിരാജ് ഇങ്ങനെയാണ്, നമുക്കറിയാം പൃഥ്വിരാജ് ഇങ്ങനെയാണ്. പക്ഷെ പൃഥ്വിരാജിന്റെ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂസ് വളരെ നമ്മൾ അധികം കണ്ടിട്ടില്ല. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി വേറൊരു ലാംഗ്വേജ് പോയിട്ടുള്ള ഇന്റർവ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ഉണ്ണിമുകുന്ദനാണ് എല്ലാം കൂടെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ മലയാളം പാൻ ഇന്ത്യൻ സ്റ്റാർ. സോ നോർത്ത് ഇന്ത്യ കാരണം ബോളിവുഡായിരുന്നു നമുക്ക് ഇത്ര കാലം എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രി, ഒരു മേഖല. സോ അവിടെയാണ് മാർക്കോ കയറി കൂടുതൽ കൊളുത്തിയിരിക്കുന്നത്. സോ ഒരുപാട് ഇന്റർവ്യൂസ് ഹിന്ദി ചാനലിൽ വരുന്നുണ്ടെങ്കിലും ഈ ഇന്ത്യ ടുഡേയിൽ വന്ന ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിപ്പോൾ ഒരുപാട് ഇന്റർവ്യൂവിന്റെ എല്ലാ ഭാഗമൊന്നും കാണിക്കാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല. കാരണം ഒരുപാടുണ്ട് അത്. പക്ഷേ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ബാക്കി ഞാൻ അതിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് സംസാരിക്കാം. നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേൾക്കാം. ആ ഒരു ആങ്കർ ഉണ്ണിമുഖത്തിന് കൊടുത്തൊരു ഇൻട്രൊഡക്ഷൻ, അത് തന്നെ നല്ല രസമാണ്. Known for his magnetic screen presence, versatility and bold performances, he's carved a niche across Malayalam and Telugu cinema, and now with Marco, he has delivered surprise hit of 2024, earning him immense love, especially in the north. Brace yourself for an electrifying encounter with one of Indian cinema's most dynamic and multifaceted talents, as I welcome the man of the moment, Unnimukundan, in India today. Thank you, ma'am. Thank you so much. Marco has redefined the way Indian audiences view brutality in cinema. I'll talk about that before I jump into asking you anything about that. But let me first ask you, how did you prepare for this ferocious character, and where did the idea of this film come from? We have seen you as Marco in Mikhail. You brought a lot of swag with you back in the day. But now... കാരണം ആങ്കർ അത്യാവശ്യം സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ട്. കാരണം മിക്കേലിനെ കുറിച്ച് സംസാരിക്കുന്നത്, മിക്കേൽ സിനിമയിൽ നല്ലൊരു ഈ ഇന്റർവ്യൂ നിങ്ങൾ കാണിക്കാൻ കാരണം കാരണം നല്ല ഡീസെന്റ് ആയ ക്വസ്റ്റ്യൻസ്, നല്ല ഡീസെന്റ് ആയ ആൻസേഴ്സ്, ഭയങ്കര ഡീസെന്റ് ആയ ആൻസേഴ്സ്. സോ ആദ്യം തന്നെ ആ ഒരു മാൻ ഓഫ് ദ വുമൻ, വളരെ എനിക്കൊരു ഇന്ത്യയിൽ ഇപ്പൊ മാൻ ഓഫ് ദ വുമൻ എന്ന് പറയുന്ന ആൾ ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. കാരണം അത്രത്തോളം എവിടെയും കത്തി തിളങ്ങി നിൽക്കുകയാണ് മാർക്കോയും ഉണ്ണിമുകുന്ദനും. സോ അവർ യൂസ് ചെയ്ത ടേം വളരെ ആപ്റ്റാണ്, മാൻ ഓഫ് ദ വുമൻ.
ഭയങ്കര നല്ലൊരു ഇൻട്രൊഡക്ഷൻ പോലെ അദ്ദേഹത്തിന്റെ ഫെറോഷ്യസ് ആയ ക്യാരക്ടർ. കാരണം അത്ര ബ്രൂട്ടൽ. കാരണം ഇതിപ്പം ഓൾറെഡി ഇപ്പൊ ആങ്കർ ഞാൻ ആ ബ്രൂട്ടാലിറ്റിയിലേക്ക് പിന്നെ വരാമെന്ന് പറയാൻ കാരണം ഈ ഇന്റർവ്യൂല് അവർ അതിന്റെ കൺസേൺ പറയുന്നുണ്ട്. കാരണം എല്ലാവരെയും പോലെ തന്നെ ആ ഒരു അതിന്റെ ആ സിനിമയിലെ ഒരു ക്രൂവൽ ആയിട്ടുള്ള ബ്രൂട്ടാലിറ്റിന്റെ മാറ്റർ വരുമ്പോൾ ആണ് എല്ലാവരും ഒന്ന് ചുളിച്ചിട്ട് ഇതൊക്കെ വേണോ. കാരണം ഞാൻ ഇനി ഇന്റർവ്യൂ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാൻ താഴെ നിങ്ങളൊന്ന് പോയി കാണുക. കാരണം ഞാനിത് ഉണ്ണിമുകുന്ദനോട് റിപ്ലൈയും കൂടി കേൾപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ഇത് വീഡിയോ പ്ലേ ചെയ്ത കുറെ ഒരുപാടുണ്ടാവും. In the spin-off, he's on a reach. How did you even see yourself going in that beast mode? Okay, so thank you so much. I mean, so the prep part I mean was done like 5 to 6 years back, the day we shot Mikhail, and we were quite sure that this part would definitely have a spin-off of it. For 5 to 6 years, I was focusing more on the other kind of cinema that we had. Then me and Hanif got together, and I thought both of us have the wild side within. So maybe that was something which really instigated us to go ahead. But we are very keen on. I mean, both of us would have watched a lot of Korean films as well, and I was just under the impression that for somewhere down the line, if you show it's not the action part only. I think the audiences are more in love with the screenplay that has been shown, the way it has been shot, the production quality, the performances of the actors, lot many Ravi Basu's music. I mean every ഞാൻ ഇന്റർവ്യൂ മുഴുവനായിട്ട് പ്ലേ ചെയ്യുന്നില്ല. ഇതാണ് അദ്ദേഹത്തെ ഒരു രീതി. കാരണം നിങ്ങൾ അദ്ദേഹത്തെ സംസാരം നമ്മൾ കളിയാക്കിയും നല്ല രീതിയിലൊക്കെ പറയുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഒരു ലാംഗ്വേജ് നമ്മളൊരു വേറെ എസ്പെഷ്യലി സ്പാനിഷ് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതുപോലെ ഒരു ചാനലിൽ ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവണമെങ്കിൽ എല്ലാം വേണം. കാരണം ഏറ്റവും നല്ല ആക്ടർ ആവണമെന്ന് ഇല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ. നമ്മളിപ്പം ഈ പ്രഭാസ് ആയാലും യശ് ആയാലും നമുക്കറിയാം രണ്ടുപേരും അഭിനയത്തിന്റെ കഴിവുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ഉണ്ണിമുകുന്ദനായാലും നല്ലൊരു ആക്ടറാണ്, പക്ഷെ ഒരിക്കലും ഏറ്റവും ബെസ്റ്റ് ആക്ടർ അല്ല ഇന്ത്യത്തെ. സോ അവിടെ ആക്ടിങ് കാലിബർ അല്ല അവിടെ, അതും വേണം. ബട്ട് അതിന്റെ കൂടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ഒരു സിനിമയുടെ ഒരു എങ്ങനെ ഹൗ വി പ്രസന്റ് ലൈക്ക് ആ ഒരു സ്വാഗ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ, പിന്നെ അതിന്റെ ഒരു കുറച്ച് സ്റ്റോറി ആണെങ്കിലും അതിന്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഇതിൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരു ആ സിനിമയുടെ ആക്ഷൻ സീൻ മാത്രമല്ല ആ ഒരു സിനിമ, എല്ലാവരും ആക്ഷൻ സിനിമ പറ്റി മാത്രമല്ല ആൾക്കാർ സംസാരിക്കുന്നതാണ്. സോ എനിക്ക് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിനെ പറ്റിയിട്ട്, കാരണം ഞാൻ എല്ലാ ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട്, നോൺ മലയാളം ചാനൽസ് കൊടുത്തിട്ട് എല്ലാ ഇന്റർവ്യൂസും കണ്ടു. ഭയങ്കര എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായി. കാരണം കുറച്ച് അഹങ്കാരം തോന്നിയാൽ പോലും അത് നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ ഒരു തർക്കുത്തരം പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴക്കനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും വെരി ക്ലീൻ ആയിട്ടാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. കാരണം റിപ്ലൈ കേൾക്കുമ്പോൾ ആങ്കേഴ്സിന് പോലും, കാരണം ഈ ആങ്കറൊക്കെ നമുക്ക് വലിയ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ഒരു ആങ്കറാണ്. സോ അവരോട് ഭയങ്കര ബഹുമാനത്തോടെ, എന്നാൽ ഹേമ കമ്മിറ്റിനെ പറ്റി ചോദിക്കുന്നൊക്കെ ഉണ്ട് ഇദ്ദേഹം, അപ്പോൾ ഭയങ്കര സ്റ്റബോണായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നത് ഭയങ്കര. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇന്റർവ്യൂസ് ഒന്ന് കണ്ടോ. കാരണം ഞാനൊരു പാൻഡിയൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വെറും ആ സിനിമ കൊണ്ട് മാത്രമല്ല ഈ എല്ലാ ഒരു പൊട്ടൻഷ്യലും എല്ലാ കഴിവുകളും ഉള്ള ഒരാളാണ്. ഒരു പാൻഡിയൻ സ്റ്റാർ ആയിട്ട് നമുക്ക് നിൽക്കാനുള്ള അതിനുള്ള ലുക്കും ഒക്കെ ഉണ്ട്. സോ ഇന്റർവ്യൂവിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഭയങ്കര ഹിറ്റാണ്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, ആ ലാംഗ്വേജ് സംസാരിക്കുന്ന രീതി, ഇംഗ്ലീഷ് ആണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ലാംഗ്വേജ് എടുത്തിട്ട് അതിന്റെ രീതി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ ഈ ഇപ്പോൾ ടൊവിനോ പോലത്തെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ആക്ടേഴ്സിന് അതിൻ്റെ ഒരു വില മനസ്സിൽ സത്യം പറഞ്ഞാൽ. കാരണം ഒരു വേറൊരു നോൺ മലയാളം നമ്മൾ മദർ ടങ് അല്ലാത്ത ചാനലിൽ പോയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഉള്ള അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു അവർക്ക് എന്തായാലും മനസ്സിലാവും. സോ എല്ലാം കൊണ്ട് നോക്കുമ്പോഴും എനിക്ക് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളൊരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ഒരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് എനിക്ക് ഉണ്ണിമുകുന്ദനാണ് തോന്നി. കാരണം എനിക്ക് ഇന്റർവ്യൂസിന് പ്രത്യേക ഫാൻ ബേസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നല്ല. കാരണം ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട്, കുറച്ച് ക്രൂവാലിറ്റിനെ പറ്റി, കുറച്ച് എങ്ങനെ നിങ്ങൾ ഇത്ര ക്രൂവലായിട്ടുള്ള വേഷം ചെയ്യുന്നു ചോദിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് അതായത് ഒരുപാട് ഇന്റർവ്യൂസ് ഈ ചോദ്യം വരുമ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇസ് ജസ്റ്റ് സിനിമ ഇസ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് ആണ്. സോ എന്റർടൈൻ ആവാൻ വേണ്ടി ആൾക്കാർ ആ സിനിമാറ്റിക് ഫീലിന് വേണ്ടി ആൾക്കാർ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നു. അല്ലാതെ ആ ഒരു സിനിമ കണ്ടിട്ട് ആരും വെട്ടിക്കൊല്ലാൻ പോകുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഓരോ സിനിമ ഓരോ ക്യാരക്ടർ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല ചോദിക്കുമ്പോൾ അതിന് സത്യസന്ധമായിട്ട് വെരി ജെന്യൂൻ ആയിട്ട് ഉണ്ണിമുകുന്ദൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം വെരി ജെന്യൂൻ ആണ്. നമ്മൾ സാധാരണ അപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റി ഇല്ലാത്ത ഒരാൾ, നമ്മളോട് ഒരാൾ ഒരു ആൻസർ ചോദിക്കുമ്പോൾ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആൻസർ എങ്ങനെ പറയും, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളെ റിയാക്ഷൻസ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇത്ര വലിയ സ്റ്റാറായിട്ട് ഉണ്ണിമുകുന്ദൻ അങ്ങനെ തന്നെയാണ്. അതൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അദ്ദേഹം വിളിച്ചു വരുത്തുന്നു. സോ ഇതിലും അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, മാർക്കോയിലും
മാർക്കോത്ത് പല ക്യാരക്ടർ എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ അത് ആരും പോയി കൊല്ലാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉണ്ട് മാർക്കോന്റെ പല ക്യാരക്ടേഴ്സും ഓപ്പൺ ആയിട്ട് പറയുന്ന ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ. സോ ഉണ്ണിമുകുന്ദനെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ശരിക്കും എല്ലാ തരത്തിലും എല്ലാ ഇതിലും കൂടി അദ്ദേഹത്തിന് ഒരു ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് എല്ലാ അർത്ഥത്തിലും ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. സോ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. അടുത്ത വീഡിയോ കൊണ്ട് കാണാൻ. ബൈ.